കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഗ്രഹപ്പിഴ കാലങ്ങളിൽ ഏത് മൂർത്തിയാണ് നമ്മൾ ഭജിക്കേണ്ടത്? പലരും വ്യാഴദശയും ശുക്രദശയും ഒന്നും അനുഭവിക്കാൻ പറ്റാതെ അത് കഴിഞ്ഞിട്ടും കരഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളെ നമുക്കറിയാം. അപ്പോൾ അവരോടെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഗ്രഹപ്പിഴ കാലങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വസ്ത്രം, ഭക്ഷണം, നിങ്ങളുടെ ദൈനംദിന ജീവിത രീതി, നിങ്ങളുടെ ഏത് മൂർത്തിയെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഏത് മൂർത്തിയെ നിങ്ങൾ ഭജിക്കണം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിച്ച് ചെയ്തുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? നിങ്ങൾക്ക് ഗ്രഹപ്പിഴ കാലങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങളും ആ ഗ്രഹപ്പിഴ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ടും വരില്ല. അപ്പം അത് ഏത് മൂർത്തിയാണ് നമ്മൾ ഭജിക്കേണ്ടത്? ഓരോ ഗ്രഹപ്പിഴ കാലങ്ങളിലും ഇന്ന മൂർത്തികളെ ആണ് ഭജിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് പ്രത്യേകമായിട്ട്. ഗ്രഹപീഠയുടെ ശക്തി, ഒരു ഗ്രഹത്തിൻ്റെ പീഡ, ആ ഗ്രഹം മോശത്തിലാണെങ്കിൽ അതിൻ്റെ ആ ഗ്രഹപീഡ ശക്തി, അതിൻ്റെ ആപത്ത്, ഇതിൻ്റെ ഗൗരവമൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു പ്രത്യേക തരത്തിലുള്ള ദുരിതങ്ങൾ അകലാൻ വേണ്ടിയിട്ട് നമ്മൾ അതാത് ക്ഷേത്രങ്ങളിൽ പോയി അതാത് മൂർത്തികളെ നമ്മൾ പ്രാർത്ഥിക്കണം, ജപിക്കുകയും വേണം. ആപത്തിന്റെ ഗൗരവം അനുസരിച്ച് 3, 21, 3, 7, 12, 21 ഒരു മണ്ഡലക്കാലം എന്ന് പറഞ്ഞാൽ 41 ദിവസം ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഭജന, അതായത് ഈ ഇഷ്ടമൂർത്തി ഭജന നമ്മൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ വളരെ ശക്തമായ ഒരു ആപത്താണ്, ഗ്രഹദോഷമാണ്, ആപത്താണ് നിങ്ങൾക്ക് വരുന്നതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മണ്ഡലക്കാലം 41 ദിവസം ആ മൂർത്തിയുടെ അമ്പലത്തിൽ പോയിട്ട്, ഇപ്പോൾ ശനീശ്വരാണ്, കണ്ടകശനിയാണ് എന്ന് വിചാരിക്കുക. കണ്ടകശനി നമ്മൾ പേടിച്ച് ഓടുകയല്ല ചെയ്യേണ്ടത്. അതിനു വേണ്ടി ഒരു മണ്ഡലക്കാലം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ശനീശ്വരന്റെ, ശാസ്താവിന്റെ അമ്പലത്തിൽ പോയിട്ട് ശനീശ്വര മൂർത്തി സ്തോത്രങ്ങൾ, ജപങ്ങൾ, പാരായണങ്ങൾ, ശാസ്താഭജനങ്ങൾ ഇതൊക്കെ ജപിക്കുക. വ്യാഴമാണ് നമുക്ക് ദോഷത്തിൽ, വ്യാഴം അനിഷ്ടത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പർട്ടിക്കുലർ ആഴ്ചയിൽ വ്യാഴം 3, 7, 12, 21 ഒരു മണ്ഡലക്കാലം സാധിക്കുമെങ്കിൽ 41 ആഴ്ചയോ നമ്മൾ എന്ത് ചെയ്യണം? ആ ഗ്രഹത്തിനെ പ്രീതിപ്പെടുത്തുക. അപ്പോൾ അതാത് മൂർത്തിയുടെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അതാത് മൂർത്തിയെ നമ്മൾ പ്രാർത്ഥിക്കുകയും അവരുടെ മൂർത്തി ഭജനം നമ്മൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രഹദോഷങ്ങളും ഗ്രഹപീഠകളും എല്ലാം ഇല്ലാതായി മാറുന്നതാണ്. ശിവഭജനം, ചന്ദ്രൻ പിഴച്ചാൽ ദുർഗാഭജനം ചെയ്യുക. ശിവനാണെങ്കിൽ, സൂര്യനാണെങ്കിൽ, ആദിത്യനാണ് പിഴച്ചതെങ്കിൽ ശിവഭജനം ചെയ്യുക. ഓം നമ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 1008 രൂപ ദിവസം ജപിക്കുക. ചന്ദ്രനാണ് പിഴച്ചിരിക്കുന്നതെങ്കിൽ ദുർഗാഭജനം, ദുർഗയുടെ ഭജനം, ദുർഗയുടെ മൂലമന്ത്രങ്ങൾ 1008 ജപിക്കുക. കുജനാണെങ്കിൽ പിഴച്ചിരിക്കുന്നതെങ്കിൽ ഭദ്രകാളിയെ ഭജിക്കുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവന്ന വസ്ത്രം ധരിച്ച് ചുവന്ന പൂക്കൾ കൊണ്ട് ഭദ്രകാളിക്ക് പൂജ ചെയ്യുക. ഭദ്രകാളിക്ക് മൂലമന്ത്രങ്ങൾ ജപിക്കുക. ബുധനാണെങ്കിൽ ശ്രീകൃഷ്ണ ഭജനം ചെയ്യുക. ശ്രീകൃഷ്ണനാണ് ബുധനാണെങ്കിൽ. വ്യാഴാഴ്ചയാണെങ്കിൽ വിഷ്ണുവിനെ നമ്മൾ വേണ്ട വഴിപാടുകൾ ചെയ്യുക. ശുക്രനാണ് പിഴച്ചിരിക്കുന്നതെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മിയെ നമ്മൾ ഭജിക്കുക. മഹാലക്ഷ്മിയുടെ അമ്പലത്തിൽ പോവുക. മഹാലക്ഷ്മിക്ക് വേണ്ട പൂജകളും ഭജനകളൊക്കെ ചെയ്യുക. ശനിയാണ് പിഴച്ചിരിക്കുന്നതെങ്കിൽ ശാസ്താഭജനം ചെയ്യുക. രാഹുവാണ് പിഴച്ചിരിക്കുന്നതെങ്കിൽ സർപ്പ ഭജനം ചെയ്യുക. സർപ്പത്തിൻ്റെ, രാഹുവിൻ്റെ അമ്പലത്തിൽ പോവുക, രാഹുവിന് ചെയ്യുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. അപ്പോൾ ഓരോ ഗ്രഹത്തിനും അതാത് മൂർത്തിയും അതാത് ഗ്രഹങ്ങൾക്കുമുള്ള നമ്മൾ പൂജകളും വഴിപാടുകളും പാരായണങ്ങളും ജപങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ ഗ്രഹപീഠാ ദോഷങ്ങൾ അകലുന്നതും ഒരു 90% നമുക്ക് നമ്മുടെ ഗ്രഹപീഠാ ദോഷങ്ങൾ മാറ്റാൻ സാധിക്കുകയും അതിൽ നിന്ന് നമുക്ക് ഒരു അത്യാപത്തിൽ നിന്നൊരു നേട്ടം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്.